പയ്യന്നൂരിലെ ഫണ്ട് വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. അടിയന്തര പ്രാധാന്യം വിഷയത്തിന് ഇല്ലെന്ന് സ്പീക്കർ. വിഷയം വേണമെങ്കിൽ സജീവ് ജോസഫിന് സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശം? ഷമി, പ്രധാനമായും ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിട്ടുണ്ടായിരുന്നത് പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിഷയം അതിലൂന്നിയായിരുന്നു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. സജീവ് ജോസഫാണ് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ നോട്ടീസ് അതായത് സീറോ ഓവറിലേക്ക് കടക്കുന്ന സമയത്ത് അടിയന്തര പ്രമേയമായി ആ നോട്ടീസ് എടുക്കുമ്പോൾ തന്നെ സ്പീക്കർ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഇതിന് അടിയന്തര പ്രാധാന്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് അടിയന്തര പ്രമേയമായി പരിഗണിക്കുവാൻ സാധിക്കുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നോട്ടീസ് തള്ളുകയാണ്. വേണമെങ്കിൽ സജീവ് ജോസഫിന് ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കാം എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് അതേ തുടർന്ന് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് നിയമസഭയിലല്ലാതെ മറ്റെവിടെയാണ് തങ്ങൾ പോയി പറയേണ്ടത്? കാരണം ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറയുന്നത്? അത് വ്യക്തമാക്കണം എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്പീക്കർ വ്യക്തമാക്കിയത് നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഏതായാലും ഇതിന്റെ അടിയന്തര പ്രാധാന്യമില്ല എന്നുള്ളത് കണക്കിലെടുത്ത് തന്നെയാണ് ഈ നോട്ടീസ് തള്ളിയിരിക്കുന്നത്. അതേ തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ കഴിഞ്ഞ് സബ്മിഷനിലേക്ക് സഭ കടന്നിരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിൽ തുടരുകയാണ്. സഭയുടെ നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ എത്തിയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ സഭയിൽ തുടരുന്നത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനറും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിയാണ് പ്രതിപക്ഷം സഭയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പക്ഷേ സ്പീക്കർ മറ്റ് സഭാ നടപടികൾ വേഗത്തിൽ തന്നെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇന്ന് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കേണ്ട ദിവസം കൂടിയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ തുടരുന്നത്. രാവിലെ പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഊന്നിയുള്ള ഞങ്ങളുടെ പ്രതിഷേധം തുടരും, പക്ഷേ സഭയുമായി സഹകരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സഭയുമായി സഹകരിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടല്ല പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്നത്. ശക്തമായും സഭയുടെ നടത്തിപ്പ് അത് എതിർത്തുകൊണ്ടുള്ള ഒരു സമീപനം അത് തന്നെയാണ് ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ സ്പീക്കർ ആകട്ടെ മറ്റു നടപടികൾ അതിലേക്ക് കടന്നു തന്നെയാണ് ഇപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷമി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.